ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഓൾമോസ്റ്റ് നമ്മുടെ ചാപ്റ്റർ തീർന്നു. ഈ ഒരു എപ്പിസോഡോട് കൂടെ നമ്മുടെ ചാപ്റ്റർ ഫിനിഷ് ആവും, തിയറി ഫിനിഷ് ആവും. ദെൻ കോമ്പൗണ്ടിയൻ ഡിസ്കഷൻസ് ബാക്കിയുണ്ട്, നമുക്ക് വഴിയെ കാണാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെൻട്രിപെറ്റൽ ആക്സലറേഷനെ കുറിച്ചാണ്. ആക്സലറേഷൻ റെസ്പോൺസിബിൾ ഫോർ സർക്കുലർ മോഷൻ. അതിന് കറസ്പോണ്ടിങ് ആയ ഫോഴ്സാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ ടോപ്പിക്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നോക്കൂ, എ ബോഡി എക്സിക്യൂട്ടിംഗ് സർക്കുലർ മോഷൻ. നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. എന്താ, ബോഡി ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ബോഡിയുടെ മാസ് എം ആണ്. അങ്ങനെയാണെങ്കിൽ ബോഡിയുടെ മാസ് എം ആണ്. ആ ബോഡിയുടെ ആ ഇൻസ്റ്റൻറ്റിലെ വെലോസിറ്റിയാണ് വി. ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്നു വിചാരിച്ചോളൂ, വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിൻ സെൻറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ബോഡിയുടെ ഡയറക്ഷൻ മാറണമെങ്കിൽ ഈ ബോഡിയുടെ മുകളിൽ ത്രൂ ഔട്ട് ഇതാ ഇവിടേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യണം. ഇതാ ഇവിടേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യണം. ഈ ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പം നിങ്ങൾക്ക് തോന്നാതാ ഇവിടെ എത്തിയാൽ ഫോഴ്സ് എവിടേക്ക് ആക്ട് ചെയ്യണം? ഇങ്ങോട്ട് ആക്ട് ചെയ്യണം. ദാ ബോഡി ഹയസ്റ്റ് പോയിന്റിലെത്തിയാൽ ഫോഴ്സ് എവിടേക്ക് വേണം? ദാ ഇവിടേക്ക് ആക്ട് ചെയ്യണം. അതായത് സെൻറ്ററിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതായത് കറങ്ങുന്ന സർക്കിളിന് ബേസ് ചെയ്തൊരു സെൻറ്റർ ഉണ്ട്, ആ സെൻറ്ററിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. നമുക്കറിയാം സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്നല്ലേ പഠിച്ചിട്ടുള്ളത്. ബോഡി സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഫോഴ്സ് വരാം. ടാൻജൻഷ്യൽ ഫോഴ്സും വരാം, സെൻട്രിപെറ്റൽ ഫോഴ്സും വരാം. യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ ആരുണ്ടാവില്ല? ടാൻജൻഷ്യൽ ആയ ഫോഴ്സ് ഉണ്ടാവില്ല. പകരം ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? സെൻട്രിപെറ്റൽ ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണുമ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതണം? എം എ സി എന്ന് എഴുതണം. സെൻട്രിപെറ്റൽ ഫോഴ്സ് എം എ സി, വേർ എ സി ഇസ് ദ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്. എം ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ വി സ്ക്വയർ ബൈ ആർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വി എന്ന് പറയുമ്പോൾ ആ ഇൻസ്റ്റൻറ്റിലെ സ്പീഡാണ്. യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റൻ്റ് ആയാലും കുഴപ്പമില്ല. ആറ് സർക്കിളിൻ്റെ റേഡിയസ് കേട്ടോ, ആറ് എന്ന് പറയാൻ സർക്കിളിൻ്റെ റേഡിയസ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം അതിനെ. ദാറ്റ് ഈസ് ഈക്വൽ എം ഇൻറ്റു വിക്ക് പകരം നമുക്ക് ആർ ഒമേഗ എന്ന് കൊടുക്കാം ബൈ ആർ. നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് വി ഈസ് ഈക്വൽ ആർ ഒമേഗ. അങ്ങനെയാണെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എം ആർ ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം കേട്ടോ. എം ആർ ഒമേഗ സ്ക്വയർ. എം ആരാണ്? റിവോൾവ് ചെയ്യുന്ന ബോഡിയുടെ മാസ് ആണ്. ആർ കറങ്ങുന്ന സർക്കിളിൻ്റെ റേഡിയസ്. ഒമേഗ ആരാണ്? കറങ്ങുന്ന ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി. വേണമെങ്കിൽ ഇക്വേഷൻ ഒന്ന് രണ്ട് മാറ്റങ്ങളും കൂടെ വരുത്താം. എഫ് സി ഈസ് ഈക്വൽ ടു എം ആർ ഇൻറ്റു എന്ത് എഴുതാം? ഒമേഗ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം 2π/t ആണ്. 2π/t. ഇപ്പോൾ 2π/t ദ ഹോൾ സ്ക്വയർ ആണല്ലോ. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം ആർ ഇൻറ്റു ഒമേഗയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ 2π ടൈംസ് ഫ്രീക്വൻസി എന്നും കൊടുക്കാം കേട്ടോ. കാരണം നിങ്ങൾക്കറിയാം 1/t എന്ന് പറയുമ്പോൾ ആരാ? ഫ്രീക്വൻസി അല്ലേ. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എം ആർ ഇൻറ്റു 4π² ന്യൂ സ്ക്വയർ എന്ന് വരും. ഇതിൽ ന്യൂ ആരാ? ന്യൂ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ. അതായത് നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ 1 സെക്കൻഡ് ഈസ് കാൾഡ് ഫ്രീക്വൻസി. അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക നമ്മൾ? ഫ്രീക്വൻസി ഈസ് ഈക്വൽ 1 ടൈം പീരീഡ്. എന്താ ടൈം പീരീഡ്? ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമാണ് ടൈം പീരീഡ്. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 1 revolution is called time period. Its reciprocal is called frequency. That is number of revolutions in 1 second is called frequency. 2π times frequency is called this omega. ക്ലിയർ ആണല്ലോ. പിന്നെ ഫോഴ്സ് ആണല്ലോ, അതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് എല്ലാവർക്കും അറിയാം. സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ യൂണിറ്റും ആര് തന്നെയാണ്? ന്യൂട്ടൺ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ബോഡിയുടെ മുകളിൽ ഇതാ ഇങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ആ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയി ഈ ബോഡി ഇങ്ങോട്ട് വരേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ പറയുന്നു അവിടെ ഒരു സ്യൂഡോ ഫോഴ്സ് ആക്ട് ചെയ്യും. സ്യൂഡോ ഫോഴ്സ് എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിപ്പിക്കുള്ളൂ. ലോസ് ഓഫ് മോഷൻ പഠിപ്പിച്ചതിന് ശേഷം പറഞ്ഞുതരാം. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് വരുന്നുണ്ട് അവിടെ. നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുള്ളൂ. ഇപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ എന്താണ് ആക്ട് ചെയ്യുന്ന സമയത്ത് ആക്ട് ചെയ്യുന്ന ഒരു സ്യൂഡോ ഫോഴ്സ്. സ്യൂഡോ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഫാൾസ്.
ആ ഫോഴ്സാണ് ആര് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അത് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ മറന്നു പോകരുത്, mr². ഇനി ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എങ്ങനെയാണ് ജനറേറ്റ് ആവാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ അറിയണം. അതായത് ആ സിറ്റുവേഷനിൽ ആരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് അറിയണം. അപ്പം നമുക്ക് കുറച്ച് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഒന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, എർത്തിന് ചുറ്റും ഒരു സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നു. അപ്പം നമുക്ക് നോക്കാം, ഇതാ സാറ്റലൈറ്റ് റിവോൾവിങ് ഇൻ എ സർക്കുലാർ ഓർബിറ്റ് ഓഫ് റേഡിയസ് ആർ. സർക്കിളിൻ്റെ റേഡിയസ് ആണ് ആർ. അതായത് എർത്തിൻ്റെ സെൻട്രലിൽ നിന്നും സാറ്റലൈറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. ഇതാ എർത്തിൻ്റെ മാസ് നമുക്കൊരു കാര്യം ചെയ്യാം. എർത്ത് ഒരു ബിഗ് മാസ് ആണല്ലോ, നമുക്ക് എം എന്ന് എടുക്കാം. സാറ്റലൈറ്റിൻ്റെ മാസ് നമുക്ക് സ്മോൾ എം എന്ന് എടുക്കാം. ഓക്കെ, ഈ ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തു, ആറാണ് ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്കറിയാം ഈ സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുമ്പോൾ റിവോൾവ് ചെയ്യാൻ സാറ്റലൈറ്റിന് എന്ത് വേണം? അതായത് കറങ്ങുന്ന സമയത്ത് ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുക എന്നല്ലേ ഞാൻ പറഞ്ഞത്. ആ ഡയറക്ഷൻ മാറ്റാൻ ആര് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. mv²/r. Here m is the mass of the satellite, r is the radius of the circle in which the satellite is revolving, and v is the orbital speed. Orbital speed നിങ്ങൾ ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങളെ പഠിപ്പിക്കും. ദെൻ അങ്ങനെയാണെങ്കിൽ ആരാ അത് പ്രൊവൈഡ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു gm/r². ഇത് നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യൂ. mv²/r is equal to gmm/r². ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കൺസെപ്റ്റ് ഇതാണ്. വെൻ സാറ്റലൈറ്റ് റിവോൾവ് അറൌണ്ട് planet, the necessary centripetal for the satellite is provided by the gravitational force between the planet and the satellite. അപ്പോൾ ഒരു സിറ്റുവേഷൻ കണ്ടോ, ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി ഒക്കെ ഡിറൈവ് ചെയ്യട്ടോ. v is equal to √ എന്ത് കിട്ടും? നമുക്ക് gm/r എന്നല്ല കിട്ടും. നിങ്ങളിത് ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മളത് ഡിസ്കസ് ചെയ്യും കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർമ്മിച്ചോളൂ. While satellite revolves around planet, the necessary centripetal force is provided by gravitational force between planet and the satellite. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് അറിയുന്ന വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇലക്ട്രോൺ റിവോൾവ്സ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. പഠിച്ചിട്ടില്ലേ? യെസ്, ദാ ഒരു ഇലക്ട്രോൺ കിടന്ന് കറങ്ങുന്നു, ന്യൂക്ലിയസിന് ചുറ്റും കിടന്ന് കറങ്ങുന്നു. കറങ്ങണ വെലോസിറ്റിയാണ് v. ഓക്കെ, കറങ്ങുന്ന സർക്കിളിൻ്റെ റേഡിയസ് ആണ് r. അപ്പോൾ വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള സെപ്പറേഷനാണ് r. നമുക്കറിയാം ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ പ്രോട്ടോൺസും ഉണ്ട്, അതുപോലെ ന്യൂട്രോൺസും ഉണ്ട്. ന്യൂട്രോണിൻ്റെ ചാർജ് 0 ആണല്ലോ. പ്രോട്ടോൺ എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. ചുറ്റും കറങ്ങണ ഇലക്ട്രോണിനോ നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ആ ഇലക്ട്രോണിന് റിവോൾവ് ചെയ്യണമെങ്കിൽ നേരത്തെ സാറ്റലൈറ്റ് പ്ലാനറ്റിന് ചുറ്റും കറങ്ങിയതുപോലെ എന്ത് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. നോക്കാം, ഇലക്ട്രോണിൻ്റെ മാസ് m ആണ്. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു mv²/r. ഹിയർ m ആരാ? ഇലക്ട്രോണിൻ്റെ മാസ്. v ആരാ? ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി. അതുപോലെ r ആരാണ്? ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള സെപ്പറേഷൻ, നമ്മൾ ഓർബിറ്റൽ റേഡിയസ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇതിവിടെ ആരാ പ്രൊവൈഡ് ചെയ്യുക? ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് 1/4πε0 ഇൻറ്റു എങ്ങനെ എഴുതാം? Q1 Q2/r². Q1 ആരുടെ ചാർജാ? ഇതാ ഇലക്ട്രോണിൻ്റെ ചാർജ്. Q2 ആരുടെ ചാർജാ? ന്യൂക്ലിയസിൻ്റെ ചാർജ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് പറയുമ്പോൾ ആരുടെ ചാർജാ? പ്രോട്ടോൺസിൻ്റെ ചാർജ്. എന്താ കാരണം? ന്യൂട്രോൺസിന് ചാർജ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു -e. -e എന്ന് പറയുമ്പോൾ ആരുടെ ചാർജാണ്? ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ഇൻറ്റു ന്യൂക്ലിയസിൻ്റെ ചാർജ് നമ്മൾ ZE എന്ന് എഴുതും. ZE. എന്തുകൊണ്ടാണ് +ZE? ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോൺ ആണല്ലോ, Z നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ZE എന്ന് എഴുതുന്നത്. ബൈ അവർ തമ്മിലുള്ള അകലത്തിൻ്റെ സ്ക്വയർ. ഇതിന് നമ്മൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടും. ഇപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കൺസെപ്റ്റ്, വൈൽ
electron revolves around the nucleus of an atom, the necessary centripetal force for revolution for the electron is supplied by the electrostatic force, electric force between nucleus and electron. പിന്നെ ന്യൂക്ലിയസിൻ്റെ ചാർജ് പറയുമ്പോൾ പോസിറ്റീവാണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് പറയുമ്പോൾ നെഗറ്റീവാണ്. അതൊരു അട്രാക്ഷണൽ ഫോഴ്സാണ്. അപ്പോൾ ആ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത്. ഇവിടെ ന്യൂട്രോണിനെ കുറിച്ച് നിങ്ങൾ പറയേണ്ട കാര്യമില്ല, കാരണം ന്യൂട്രോണിന് എന്തില്ല, ചാർജ് ഇല്ല. ക്ലിയർ അല്ലേ? നിങ്ങൾ കേട്ട് കാണില്ല, എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞുതരാം. ഒരു സ്പാർക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കും കേട്ടോ. ഇതാ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, ഞാൻ അറിയാം ഇൻറ്റു മാർക്ക് ഇട്ടിരിക്കുന്നുണ്ടോ. ദാറ്റ് ഇൻറ്റു മാർക്ക് റെപ്രസെൻറ്റ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. That magnetic field is perpendicular to plane of the board and inward. ആ ഫീൽഡിൽ ഞാൻ ഒരു Q എന്ന് പറഞ്ഞ ചാർജിന് ഒരു ഒറ്റ എറ കൊടുത്തു. You project a charge perpendicular to magnetic field. നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിക്കും, when we throw a charge with a velocity v perpendicular to magnetic field, it revolves. കറങ്ങും, അത് ഇങ്ങനെ കിടന്ന് കറങ്ങും, സർക്കുലാർ ഓർബിറ്റിൽ കറങ്ങും. കറങ്ങണമെങ്കിൽ എന്ത് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ഹിയർ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാ പ്രൊവൈഡ് ചെയ്യുക? അതായത് ഇങ്ങനെ കിടന്ന് കറങ്ങാനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് ആര് പ്രൊവൈഡ് ചെയ്യും? എഫ് സി ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. എം എന്ന് പറയുമ്പോൾ ആ കറങ്ങുന്ന ചാർജിൻ്റെ മാസ്, വി സ്പീഡ്, ആർ എന്ന് പറയുമ്പോൾ കറങ്ങുന്ന സർക്കിളിൻ്റെ റേഡിയസ്. കറങ്ങാനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുക ആരാ അറിയോ? ഇവിടെ നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും Q ഇൻറ്റു വി ക്രോസ് ബി എന്ന് പറയും, മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയും. മാഗ്നറ്റിക് ഫോഴ്സ് വേണമെങ്കിൽ നമുക്കിതിനെ Q ഇൻറ്റു വി ബി സൈൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ പെർപെൻഡിക്കുലറായി എൻട്രി എന്ന് പറയും. ഫീൽഡ് ഉള്ളിലോട്ടും വെലോസിറ്റി ഇങ്ങോട്ടും ആണെങ്കിൽ തീറ്റ 90 ഡിഗ്രി ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് Q ഇൻറ്റു വി ഇൻറ്റു ബി എന്ന് എഴുതും. വേർ Q എന്ന് പറയുമ്പോൾ ചാർജ് ആണ് കേട്ടോ, വി ആരാ വെലോസിറ്റി, ബി ആരാ ആ റീജിയനിലെ മാഗ്നറ്റിക് ഫീൽഡ്. ആ റീജിയനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പിന്നെ പഠിപ്പിക്കും. ഓർമ്മിച്ച് വെച്ചോളൂ, എ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ഇൻ ടു എ മാഗ്നറ്റിക് ഫീൽഡ് ബൈ മേക്കിംഗ് ആൻ ആംഗിൾ 90 ഡിഗ്രി. ദ ചാർജ് റിവോൾവ്സ്. ദ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോർ റെവല്യൂഷൻ ഈസ് സപ്ലൈഡ് ബൈ മാഗ്നറ്റിക് ഫോഴ്സ്. കേട്ടോ, ഈ മാഗ്നറ്റിക് ഫോഴ്സിൽ എങ്ങനെ സർക്കിൾ ആയത് എന്നുള്ളതൊക്കെ നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിപ്പിക്കും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നു മാത്രം. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ പറയട്ടെ. ആക്ച്വലി ഇത് നെക്സ്റ്റ് ചാപ്റ്റർ ലോസ് ഓഫ് മോഷനിൽ വരുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. നോക്കൂ, ഇതാ ഒരു സർക്കുലാർ ലെവൽ റോഡ്. ആ റോഡിലൂടെ ഒരു കാർ പോകുന്നു. ആ കാറ് പോകുന്ന സമയത്ത് നമുക്കറിയാം, ഇതാ ഒരു സർക്കുലാർ ആയിട്ടുള്ള റോഡായത് കാരണം ഈ ഒരു എലമെന്റ് എടുത്താൽ, ഈ ഒരു പാർട്ട് എടുത്താൽ, നോക്കൂ ഇത്രയും ഭാഗം എടുത്താൽ, ദാറ്റ് പാർട്ട് ഈസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ അല്ലേ? അപ്പൊ ഈ കാർ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ കാറിന്റെ ഈ സർക്കിളിന്റെ സെന്റർ ഇവിടെയാണെങ്കിൽ ഇവിടേക്ക് എന്ത് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണ്ടേ കാറിന്? അതാരാ പ്രൊവൈഡ് ചെയ്യുക? എന്ത് ഫോഴ്സ് അവിടെ ഉള്ളത്? കാരണം ഞാൻ പറഞ്ഞു സർക്കുലാർ ലെവൽ റോഡാ. അപ്പോൾ ഈ കാറിന്റെ വെയിറ്റ് എന്ന് പറയും, അത് നേരെ താഴേക്ക് ആക്ട് ചെയ്യുമെന്ന് നമ്മൾ പഠിപ്പിക്കും. അപ്പോൾ തിരിച്ചൊരു ഫോഴ്സ് ഉണ്ടാവും, അതിനെ നമ്മൾ നോർമൽ റിയാക്ഷൻ എന്നും പറയും. നോർമൽ റിയാക്ഷൻ നിങ്ങൾ കേട്ട് കാണും, നോർമൽ റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ കാറ് ഈ ലെവൽ റോഡിലൂടെ പോകുന്ന സമയത്ത് സർക്കുലാർ ട്രാക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആരായിരിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുക? നിങ്ങളെ ലോസ് ഓഫ് മോഷനിൽ പഠിപ്പിക്കും. ഈ ടയറില്ലേ, കണ്ടോ ടയർ, ഇതാ ഇവിടെയും ടയർ, ഇതാ ഈ ടയർ, അപ്പുറത്തുണ്ട് ടയർ കേട്ടോ. ഇങ്ങനെ സർക്കിളിന്റെ സെൻറ്ററിലോട്ട്, അതായത് ഇതാണ് ടയറെങ്കിൽ ഇത് എങ്ങനെയാണ് ആക്ട് ചെയ്യുക? ടയറിന്റെ സെയിം, ടയർ എങ്ങോട്ടാണോ പോകുന്നത് അതേ ഡയറക്ഷനോ ഓപ്പോസിറ്റ് ഡിറക്ഷനോ അല്ല, പകരം എങ്ങോട്ടാണ്? ടയറിന് പെർപെൻഡിക്കുലറായി, അതായത് ടാൻജൻഷ്യലായി. ടാൻജൻഷ്യൽ എങ്ങനെ? പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ടയർ. പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ടയർ, അതായത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട്, അതായത് ആ സർക്കിളിന്റെ സെൻറ്ററിലോട്ട്. ഇപ്പോൾ ലോസ് ഓഫ് മോഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയും? ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ അറിയോ? Again, Fc is equal to mv square by r. Here m is the mass of the car, v is the speed of the car. കാർ എങ്ങോട്ടാ? ഇങ്ങോട്ട് വേണമെങ്കിൽ പോകാം, ഇങ്ങോട്ടാന്ന് വിചാരിച്ചോളൂ. സ്പീഡ് ഓഫ് ദ കാർ. r എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ കാറ് ഈ സർക്കുലാർ റോഡിലൂടെ പോകുമ്പോൾ ദിസ് പാർട്ട് ഈസ് എ പാർട്ട് ഓഫ് എ ബിഗ് സർക്കിൾ. ആ ബിഗ് സർക്കിളിന്റെ റേഡിയസ് ആണ് r.
ഇപ്പോൾ നിങ്ങൾ കൊച്ചിയിലൊക്കെ പോയാൽ നമ്മൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കണ്ടിട്ടില്ലേ നിങ്ങൾ? സ്റ്റേഡിയത്തിന് ചുറ്റും റോഡ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ റോഡിലൂടെ ഒരു കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോളൂ. ആ കാർ അങ്ങനെ സർക്കുലാർ പാത്തിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ കാറിന് റിവോൾവ് ചെയ്യാനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ആരാ പ്രൊവൈഡ് ചെയ്യുന്ന അറിയോ? ടയറും ഗ്രൗണ്ടും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടേക്ക് ആക്ട് ചെയ്യുക അറിയോ? കാറ് സർക്കിളിൽ കിടന്ന് കറങ്ങുമ്പോൾ എവിടേക്ക് ആക്ട് ചെയ്യുക അറിയോ? കാറിന്റെ ടയറിന് ടാൻജൻഷ്യലായി നമ്മുടെ ഗ്രൗണ്ടിന്റെ സെന്ററിലേക്കുള്ള ഡയറക്ഷനാണ് ആക്ട് ചെയ്യുക കേട്ടോ. അത് അടുത്ത ചാപ്റ്ററിൽ പഠിപ്പിക്കും നമ്മൾ. ഓർമ്മിച്ച് വെച്ചോളൂ. അത് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറയും ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ സ്റ്റാറ്റിക് വാല്യൂ എന്നാ പറയുക, സ്റ്റാറ്റിക് വാല്യൂ. കാരണം കാറ് പോകുന്നത് ഇങ്ങനെയാണ് അല്ലേ? ഇനി ഈ സർക്കിൾ കറങ്ങണം എന്നില്ല, സർക്കിളിന്റെ പാർട്ടായിട്ട് മാറിയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഫ്രിക്ഷണൽ ഫോഴ്സിലെ ഏത് ഫ്രിക്ഷൻ എടുക്കണം അറിയോ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. അതിന്റെ റീസൺ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും കാർ എന്ത് ചെയ്യുന്നില്ല, ഇങ്ങോട്ട് നിരങ്ങി വരുന്നതോ ഇല്ലല്ലോ. അപ്പൊ കാറ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനല്ല ഫ്രിക്ഷണൽ ഫോഴ്സ്, കാറ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ അല്ല ഫ്രിക്ഷണൽ ഫോഴ്സ്. കാർ ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ഡയറക്ഷനിലോ ഓപ്പോസിറ്റോ അല്ല, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അത് കാണാനുള്ള ഇക്വേഷൻ ആണ് മ്യൂ ടൈംസ് നോർമൽ റിയാക്ഷൻ. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു കാണും. സോ ദാറ്റ് ഈസ് ഈക്വൽ മ്യൂ ടൈംസ് നോർമൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ കാറിന്റെ വെയിറ്റ് മ്യൂ ടൈംസ് mg. അപ്പോൾ അത് കണ്ടോ, ഞാൻ എന്ത് പറയാനാണ് ഇതെല്ലാം പറഞ്ഞത്? ഓരോരോ സിറ്റുവേഷൻ അറിഞ്ഞാലാണ് നമുക്ക് പറയാൻ കഴിയും ആരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാറ് സർക്കുലർ ലെവൽ റോഡ്, the necessary centripetal force is provided by static frictional force between tire and the rod. ക്ലിയർ ആയോ? ഇനി നമുക്ക് നോക്കാം വേറെ എക്സാമ്പിൾസ്. ഇനി നോക്കാം, നമ്മൾ ഹൊറിസോണ്ടൽ സർക്കിൾ ഒരു ബോഡിയെ റിവോൾവ് ചെയ്യിപ്പിക്കുന്നു. ബോഡി എക്സിക്യൂട്ടിംഗ് ഹൊറിസോണ്ടൽ സർക്കുലർ മോഷൻ. സോ നമുക്കൊരു കേസ് ഇങ്ങനെ പറയാം, എ സ്റ്റോൺ ടൈഡ് ടു എ സ്ട്രിങ് ആൻഡ് റിവോൾവ്സ് ഇൻ എ ഹൊറിസോണ്ടൽ സർക്കിൾ. ഹു വിൽ പ്രൊവൈഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്? പറയട്ടെ, നോക്കൂ. ഇതാണ് സ്ട്രിങ് കേട്ടോ, അതാണ് സ്ട്രിങ്. ഓക്കെ, അപ്പം ആ സ്ട്രിങ്ങിൽ എവിടേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നോക്കണം. നോക്കൂ, നമ്മൾ ഈ ബോഡി റിവോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും അറിയോ? ഈ വയർ ഉണ്ടല്ലോ, വയർ ഒന്നങ്ങ് ടൈറ്റ് ആവും. എന്തുകൊണ്ടാണ് ടൈറ്റ് ആവുന്നത്? കറങ്ങാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചാൽ ഈ വയറിലുള്ള ആറ്റംസ് മോളിക്യൂൾസ് തമ്മിലുള്ള അകലം ഒന്ന് കൂടാൻ ശ്രമിക്കും. അപ്പോൾ ആറ്റംസും മോളിക്യൂളുകളും തമ്മിൽ അട്രാക്ഷൻ ആയത് കാരണം ആ വയറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇന്റർഅറ്റോമിക് ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയ ഒരു ഫോഴ്സാണ് ടെൻഷൻ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ഫോഴ്സ് എന്നാണ് പറയുക. കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു വയർ എടുത്താൽ അതിനകത്ത് ആറ്റംസ് മോളിക്യൂളൊക്കെ ഉണ്ട്, അവർ തമ്മിലൊരു ഫൈനൈറ്റ് സെപ്പറേഷനിലാണ്. അട്രാക്ഷൻ ആണോ വെച്ചാൽ ആണ്, റിപ്പൽഷൻ ആണോ വെച്ചാൽ റിപ്പൽഷൻ. അട്രാക്ഷനും റിപ്പൽഷനും കൂടെ ക്യാൻസൽ ചെയ്ത് സീറോ ഫോഴ്സിൽ നിൽക്കണം. ആ സമയത്ത് കറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് വയറിൻ്റെ ലെങ്ത് ഒരു ഇത്തിരി ഒന്ന് കൂടും, വളരെ നെഗ്ലിജിബിളായിട്ടൊന്ന് കൂടും. വളരെ നെഗ്ലിജിബിളായിട്ട് കൂടുമ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചാൽ വയറിലുള്ള ആറ്റംസും മോളിക്യൂൾസും തമ്മിലുള്ള അകലം കൂടാൻ ശ്രമിക്കും. അപ്പം എന്ത് സംഭവിക്കും? ന്യൂക്ലിയസ്, ഒരാറ്റത്തിന് ന്യൂക്ലിയസ് മറ്റവരുടെ ഇലക്ട്രോണുകളെ പിടിച്ച് അട്രാക്ട് ചെയ്യും. അപ്പോൾ വയറൊന്നങ്ങ് ടൈറ്റ് ആവും. അതിന് നമ്മൾ ടെൻഷൻ എന്നാണ് പറയുക, ടെൻഷൻ. ഓക്കെ, അപ്പോൾ ടെൻഷൻ. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം, ആ ടെൻഷൻ ആക്ട് ചെയ്യുന്നത് ഇതാണ് വയർ, നമ്മൾ ഇവിടെ പിടിച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വയർ നിൽക്കണമെങ്കിൽ ഒരു ഇൻസ്റ്റന്റിലെങ്കിൽ ഇതാ ഇങ്ങോട്ടാണ് ആരാക്ട് ചെയ്യുന്നത്? ടെൻഷൻ ആക്ട് ചെയ്യുന്നത്, ടി. ആ ടെൻഷനെ ഞാനിതാ TH എന്ന് പറഞ്ഞു, അതുപോലെ TV എന്ന് പറഞ്ഞു റിസോൾവ് ചെയ്തു. TH എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ എന്ന് കാണിക്കാനാണ് കേട്ടോ. അതായത് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഹൊറിസോണ്ടൽ. അതുപോലെ മുകളിലോട്ട് ആക്ട് ചെയ്തത് ആരാ? TV. നമുക്കറിയാം ഇവൻ്റെ മാസം M ആണെങ്കിൽ ഇവൻ്റെ വെയിറ്റ് W = mg എവിടെയൊക്കെ ആക്ട് ചെയ്യും? താഴോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അവൻ താഴേക്ക് അങ്ങ് വീഴേണ്ടതല്ലേ? വീഴാത്തതിന് കാരണം നമുക്കറിയാം ഈ വയറിലതാ ഇങ്ങനെ ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്, ആ ടെൻഷൻ്റെ കമ്പോണൻറ്റ് ഇങ്ങോട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നോക്കൂ, നമുക്ക് ഏതെങ്കിലും ഒരു ആംഗിൾ തീറ്റയാക്കി എടുക്കും. ഈ ആംഗിൾ തീറ്റ എന്ന് വിചാരിച്ചോളൂ, സ്മോൾ ആംഗിൾ തീറ്റ. ആ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഇവിടെ ഇമാജിനറി ആംഗിൾ എടുക്കണം, ഈ ആംഗിൾ തീറ്റ. അപ്പോൾ ഇതാരാ? T cos തീറ്റയാണ് അല്ലേ? അപ്പോൾ മുകളിലേക്ക് ആരാ? T sin തീറ്റയാണ് അല്ലേ? ആണല്ലോ. ഇനി നിങ്ങൾ പറയൂ, അതായത് ഹിയർ ഫോർ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം ഒക്കെ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആയ അവസ്ഥയെ പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം. ഇവിടെ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമുക്ക് വെയിറ്റ് താഴേക്കുണ്ട്, ബോഡി താഴേക്ക് വീഴുന്നില്ലല്ലോ. അതിന് കാരണം എന്താ? T sin തീറ്റ മുകളിലോട്ടുണ്ട്. അപ്പോൾ അയാൾ കറങ്ങുന്ന സമയത്ത് താഴേക്ക് വീഴാതിരിക്കാൻ അല്ലെങ്കിൽ മുകളിലോട്ട് പറന്നു ഉയരാതിരിക്കാൻ എന്ത് സംഭവിക്കണം? W = mg = T sin തീറ്റ. കണ്ടോ? അതായത് W യും T sin തീറ്റയും കൂടെ ബാലൻസ് ആവണം. അതുപോലെ തന്നെ
എം വി സ്ക്വയർ ബൈ ആർ. എം വി സ്ക്വയർ ബൈ ആർ. എം വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുമ്പോൾ ആർ എന്ന് പറയുമ്പോൾ ഇതാ ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. വി എന്ന് പറയുമ്പോൾ ആ സർക്കിളിൽ കറങ്ങണ സമയത്തുള്ള, എങ്ങോട്ടാണ് കറങ്ങണത്, ഏത് ഡയറക്ഷനിൽ വേണമെങ്കിൽ ആവാട്ടോ, കറങ്ങണ സമയത്തുള്ള വെലോസിറ്റിയാണ് വി. അങ്ങനെയാണെങ്കിൽ എം വി സ്ക്വയർ ബൈ ആർ ഈസ് ഈക്വൽ, നിങ്ങൾ പറയൂ, ഇറ്റ് ഈസ് ടി കോസ് തീറ്റ. ടി കോസ് തീറ്റ. നമുക്കറിയാം, നമുക്ക് ഭയങ്കര സ്പീഡിൽ കറക്കിയാൽ എന്താ സംഭവിക്കുക? വളരെ വലിയ സ്പീഡിൽ കറക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അറിയോ? ഈ ആംഗിളിൽ, ഈ ആംഗിൾ, ദിസ് ആംഗിൾ, ആ ആംഗിൾ വെരി 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 സ്മോൾ ആവില്ലേ? ഇഫ് തീറ്റ ഈസ് വെരി വെരി സ്മോൾ, ഇഫ് തീറ്റ ഈസ് വെരി സ്മോൾ, നമുക്ക് ഇങ്ങനെ എഴുതാട്ടോ, വെരി സ്മോൾ. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യം, തീറ്റ ഈസ് വെരി സ്മോൾ, സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി 0. സൈൻ 0 0 അല്ലേ? ആൻഡ് കോസ് തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1. പ്രാക്ടിക്കലി നമുക്ക് ഈ തീറ്റയുടെ വാല്യൂ എന്താക്കി മാറ്റാൻ പറ്റില്ല? 0 ആക്കി മാറ്റാൻ പറ്റില്ല കേട്ടോ. നമുക്ക് കാണുമ്പോൾ തീറ്റ 0 എന്നൊക്കെ തോന്നുമെങ്കിലും ആക്ച്വലി തീറ്റയുടെ വാല്യൂ 0 ഒന്നുമല്ല, ഒരു സ്മോൾ ആംഗിൾ ഉണ്ട് എന്തായാലും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം എഴുതാം. എന്താ എഴുതാൻ പറ്റും? എം വി സ്ക്വയർ ബൈ ആർ ഈസ് ഈക്വൽ ടു ടി. കോസ് തീറ്റയുടെ വാല്യൂ നമ്മൾ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എം വി സ്ക്വയർ ബൈ ആർ ഈസ് ഈക്വൽ ടി എന്ന് എഴുതാറുണ്ട്. അപ്പോൾ എ സ്റ്റോൺ ടൈഡ് ടു എ സ്ട്രിങ് and the body stone revolves in a horizontal circle. The necessary centripetal force for revolution is applied by tension in the string. ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കാരണം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫോഴ്സിനെ പറയുന്ന പേരാണ് ടെൻഷൻ. അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും, എം വി സ്ക്വയർ ബൈ ആർ ഈക്വൽ ടി ആണ്, സൈൻ തീറ്റ 0 ആണല്ലോ, അങ്ങനെയാണെങ്കിൽ സൈൻ 0 0 വെയിറ്റ് 0 എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും തീറ്റയുടെ വാല്യൂ നമുക്ക് എന്താക്കാൻ പറ്റില്ല? 0 ആക്കാൻ പറ്റില്ല. തീറ്റ അപ്രോക്സിമേറ്റ്ലി 0 എന്ന് പറയാം. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ, വെൻ എ ബോഡി എക്സിക്യൂട്ടിംഗ് ഹൊറിസോണ്ടൽ സർക്കുലർ മോഷൻ, ദാറ്റ് ഈസ് എ ബോഡി ടൈഡ് ടു എ സ്ട്രിങ് ആൻഡ് ദ ബോഡി റിവോൾവ്സ് ഇൻ എ ഹൊറിസോണ്ടൽ സർക്കിൾ, then the necessary centripetal force, that is mv square by r, is applied by tension in the string. Okay? ചെറിയൊരു തോട്ട് തരാം. വെർട്ടിക്കൽ സർക്കുലർ മോഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വർക്ക് എനർജി പവറിലെ പഠിപ്പിക്കൂ. എന്നാലും ഞാൻ പറഞ്ഞു തരാം. വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഹൊറിസോണ്ടൽ സർക്കുലർ മോഷനിൽ ഹു വിൽ പ്രൊവൈഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്? ടെൻഷൻ വിൽ പ്രൊവൈഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ നിങ്ങൾ വെർട്ടിക്കൽ സർക്കുലർ മോഷനിലേക്ക് വാ. ദാ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ. നമ്മൾ ദാ ഇങ്ങനെ ബോഡിയെ കറക്കാറില്ലേ? വെർട്ടിക്കൽ സർക്കുലർ മോഷൻ. അതായത് ഇങ്ങനെ ഗ്രൗണ്ടിൻ്റെ പ്ലെയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് ചെയ്യാറില്ലേ? ഊഞ്ഞാലൊക്കെ നമുക്ക് വെർട്ടിക്കൽ സർക്കിളാണ്. ഭയങ്കര സ്പീഡിൽ ഊഞ്ഞാലിട്ടേ ഒരു വർഷം കറങ്ങി അങ്ങ് വരാറില്ലേ? കറങ്ങി വരാനുള്ള കണ്ടീഷനൊക്കെ നമ്മൾ വർക്ക് എനർജി പവറിൽ പറഞ്ഞു തരും കേട്ടോ. നോക്കിക്കോളൂ. ഇവിടെ ഇതാ നോക്കും, ഈ ഒരു ബോഡി ഇതാ ഇവിടെ ഇരിക്കുന്നു. ഇനീഷ്യലി ഇവിടെയാണെന്ന് വിചാരിച്ചോളൂ. ഇതൊരു സ്ട്രിങ് ആണ്. അപ്പോൾ ആദ്യമേ അറിയേണ്ട കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, വെറുതെ ഒരു ബോഡിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതാ ഇങ്ങനെ കെട്ടി തൂക്കിയിടുന്നു. ഒരു സ്ട്രിങ്, ആ സ്ട്രിങ്ങിൽ നമ്മളൊരു മാസ് കണക്ട് ചെയ്തു. മാസ് കണക്ട് ചെയ്തു. ഇത് റെസ്റ്റിലാണെന്ന് വിചാരിച്ചോളൂ. സപ്പോസ് ഇത് റെസ്റ്റിലാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ? അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ മാസ് എം ആണെങ്കിൽ ഇവൻ്റെ വെയിറ്റ് എവിടേക്ക് ആക്ട് ചെയ്യും? താഴേക്ക് ആക്ട് ചെയ്യും. mg നേരെ താഴേക്ക് ആക്ട് ചെയ്യും. ഇതാ മുകളിലോട്ടുള്ള ഫോഴ്സിനെ നമ്മൾ ടെൻഷൻ എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ, ഒരു മാസ് കെട്ടി തൂക്കിയിട്ടാൽ ഇതൊരു വയറാണെങ്കിൽ ആ വയറിൻ്റെ ലെങ്ത്തിൽ ഒരു സ്ലൈറ്റ് ചേഞ്ച് വരും. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റൊന്നുമില്ല. ആ സ്ലൈറ്റ് ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയി അതിൽ ഡെവലപ്പ് ചെയ്ത ഫോഴ്സിനെ പറയുന്ന പേരാണ് ടെൻഷൻ. ഓക്കെ? ആ ടെൻഷൻ എവിടെയൊക്കെ ആക്ട് ചെയ്യും? മുകളിലോട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഫോഴ്സുകളും ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആയിരിക്കണം. അതായത് ഇക്വിലിബ്രിയത്തിലായിരിക്കണം. നമുക്കിങ്ങനെ പറയാം, ടി പ്ലസ് എം ജി ഈക്വൽ ടു 0. വെക്ടർ ഒഴിവാക്കി പറയുമ്പോൾ ടി മൈനസ് എം ജി ഈക്വൽ 0. 1 ഡയമെൻഷണൽ മോഷൻ പോലെ. ടി മുകളിലോട്ട് പോസിറ്റീവ് ആക്കിയപ്പോൾ എം ജി താഴോട്ട് നെഗറ്റീവ് ആക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ടി ഈസ് ഈക്വൽ എം ജി എന്ന് കിട്ടും. ടി ഈസ് ഈക്വൽ എം ജി. അതായത് ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയാൻ ഒരു ഊഞ്ഞാലാണെന്ന് വിചാരിച്ചോളൂ. ഊഞ്ഞാലിൻ്റെ മുകളിൽ നിങ്ങൾ കയറിയിരുന്നു. നിങ്ങളുടെ മാസാണ് ഇതെന്ന് വിചാരിച്ചോളൂ. ഇത് ഊഞ്ഞാലിൻ്റെ റോപ്പാണെന്ന് വിചാരിച്ചോളൂ. റോപ്പിൻ്റെ മാസ് നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്തോ. നിങ്ങളുടെ മാസ് മാത്രം എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഊഞ്ഞാലിൽ സ്റ്റേഷനറി ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വെയിറ്റിനെ ആരാ ബാലൻസ് ചെയ്യുന്നത്? ആ റോപ്പിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ അല്ലേ? അതായത് ടി ഈക്വൽ എം ജി. ഓക്കെ? അപ്പം സ്റ്റേഷനറി ആണെങ്കിൽ മാത്രമേ നമുക്ക് ടി ഈക്വൽ എം ജി എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളിവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഞാനൊരു ഒറ്റ തള്ള കൊടുത്തു കളഞ്ഞു, അപ്പോൾ ദാ ഈ ബോഡി ഇങ്ങനെ കറങ്ങി അങ്ങ് വന്നു. ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ? നമുക്ക് നോക്കാം. ഇപ്പം റെസ്റ്റിലാണെങ്കിൽ ടി ഈക്വൽ എം ജി. ഇവിടെ റെസ്റ്റ് അല്ല, ബോഡി റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു.
അപ്പോൾ ആദ്യം ഞാനിതാ 4 പോയിന്റുകൾ ചൂസ് ചെയ്യാം. എ എന്ന് പറഞ്ഞ പോയിന്റ്, ബി എന്ന് പറഞ്ഞ പോയിന്റ്, സി എന്ന് പറഞ്ഞ പോയിന്റ്, ഡി എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, ഞാൻ ഈ ലോവസ്റ്റ് പോയിന്റിലോട്ട് വരാം. അപ്പോൾ അയാളുടെ വെലോസിറ്റി ഇതാ ഇങ്ങനെയാണ് കറങ്ങുന്നതെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോഴുള്ള വെലോസിറ്റി ഇതാ ഇവിടേക്കല്ലേ വരിക. ഞാൻ വി എ എന്ന് കൊടുക്കാം. എ എന്ന് പറഞ്ഞ പോയിന്റിലെ വെലോസിറ്റി വി എ. ഇതാ ഇങ്ങോട്ട് കറങ്ങി 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 വരുമ്പോൾ വെലോസിറ്റിയുടെ വാല്യൂ കുറയും. ഈ വെലോസിറ്റി വി ബി എന്ന് കൊടുക്കാം. വി ബി പോയി 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 ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ വെലോസിറ്റി ടാൻജൻഷ്യലാണ്. ഞാൻ വി സി എന്ന് കൊടുക്കുന്നു. വി സി. അങ്ങനെ പോയി 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 ഇവിടെ എത്തിയുള്ള വെലോസിറ്റി എന്ന് പറയാൻ ഞാൻ താഴേക്ക് മാർക്ക് ചെയ്യാം. ഞാൻ വി ഡി എന്ന് മാർക്ക് ചെയ്യുന്നു. ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ വി ഡി. നിങ്ങളൊന്ന് പറയൂ, ഏറ്റവും കൂടുതൽ വെലോസിറ്റി എവിടെയാണ്? താഴെ. ഞാൻ ഈ ബോഡിയെ ഒരു വെലോസിറ്റി കൊടുത്ത് വിട്ടു. മുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് 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 മിനിമം. ദെൻ താഴേക്ക് വരുമ്പോൾ കൂടി 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 മാക്സിമം. മുകളിലേക്ക് പോകുമ്പോൾ വീണ്ടും കുറഞ്ഞ് 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 മിനിമം കൂടി 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 മാക്സിമം. നിങ്ങൾ ജൈൻറ്റ് വീലൊക്കെ കണ്ടിട്ടില്ലേ? അതുമായിട്ട് കമ്പയർ ചെയ്യുക. അത് മെഷീൻ അല്ലെങ്കിൽ മോട്ടോർ കൺട്രോൾഡ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഫോഴ്സ് കൊടുത്തു, നിങ്ങൾ എക്സ്റ്റേണൽ ഫോഴ്സ് റിമൂവ് ചെയ്തു, എന്നിട്ട് എന്ത് സംഭവിക്കുന്ന പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഊഞ്ഞാലിൻ്റെ മുകളിൽ ഒരാൾ കയറിയിരിക്കുന്നു, അയാളെ വന്ന് ഞാനൊരു ഒറ്റ തള്ള കൊടുത്തു, അയാൾ കറങ്ങി അങ്ങ് വന്നു. ഊഞ്ഞാലാടുന്നതിന് പകരം വെർട്ടിക്കൽ സർക്കുലർ മോഷൻ. അതാണ് കേസ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എനർജി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പല മെഷീൻസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും എനർജി കൊടുക്കുകയാണെങ്കിൽ, മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് വെർട്ടിക്കൽ സർക്കുലർ മോഷനാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ സർക്കുലർ മോഷൻ പോലെ അല്ല വെർട്ടിക്കൽ സർക്കുലർ മോഷൻ. നിങ്ങൾ പറയൂ, ഈ ലോവസ്റ്റ് പോയിന്റിൽ കറങ്ങിക്കൊണ്ടിരിക്കട്ടെ, അങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡ് ഇവിടെ, ഏറ്റവും കുറവ് സ്പീഡ് ഇവിടെ. മുകളിലേക്ക് പോകുന്നവരും സ്പീഡ് കുറയും, താഴേക്ക് വരുന്നവരും സ്പീഡ് കൂടും. ഇപ്പോൾ ഈ പോയിന്റിൽ വരുമ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എവിടേക്ക് ആക്ട് ചെയ്യണം? സർക്കിളിൻ്റെ സെൻറ്ററിലോട്ട്. ഇതല്ലേ സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ ഇവിടെ വേണ്ടത് മുകളിലോട്ടല്ലേ. ഞാൻ പറയുന്നു അറ്റ് എ എന്ന് പറഞ്ഞ പോയിന്റ് മാത്രം എടുക്കുന്നു കേട്ടോ. അറ്റ് എ എന്ന് പറഞ്ഞ പോയിന്റിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് MVA² L എന്ന് എഴുതാം. MVA² L. എം എന്ന് പറയുമ്പോൾ ബോഡിയുടെ മാസ്, വി എന്ന് പറയുമ്പോൾ ആ പോയിന്റിലെ വെലോസിറ്റി, എൽ എന്ന് പറയുമ്പോൾ ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണെന്ന് വിചാരിച്ചോളൂ. സ്ട്രിങ്ങിൻ്റെ ലെങ്ത് അതായത് സർക്കിളിൻ്റെ റേഡിയസ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആരാ അത് കൊടുക്കുന്നത്? മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ടെൻഷനാണ് T1. പക്ഷെ നമുക്കറിയാം വെയിറ്റ് എവിടെയൊക്കെ ആക്ട് ചെയ്യും? താഴോട്ട് ആക്ട് ചെയ്യും. ദ റെഡ് കളറിൽ വെയിറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നു -mg. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ടുവേർഡ് സെന്റർ. ഇതിൽ T1 മുകളിലോട്ടുണ്ട്, വെയിറ്റ് താഴേക്കുണ്ട്. അപ്പം നെറ്റ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ MVA² L ഈസ് ഈക്വൽ T1 - mg എന്ന് വരും. അപ്പം ഇതിൽ നിന്നും നമുക്ക് T1 ഈക്വൽ എന്ന് എഴുതാം. T1 എന്ന് പറയുമ്പോൾ ഈ പോയിന്റിൽ ബോഡി വരുമ്പോൾ ആ വയറിൽ മുകളിലോട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മളവിടെ ടെൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ടെൻഷൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ഈക്വൽ ടു MVA² L + mg. ഓക്കെ, കണ്ടോ നിങ്ങൾ? ഇത് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബോഡി താഴെ വരുന്ന ആ ഒരു ഇൻസ്റ്റന്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യൂ. ആ സമയത്ത് ടെൻഷന്റെ വാല്യൂ mg + MVA² L. T = mg അല്ല. കണ്ടോ നിങ്ങൾ? അതിൻ്റെ കൂടെ ഒരു ടേമും കൂടെ ആഡ് ചെയ്ത് വന്നില്ലേ? അപ്പോൾ ഊഞ്ഞാലിൽ കയറി റെസ്റ്റിലിരിക്കുകയാണെങ്കിലുള്ള ടെൻഷൻ T = mg ആണെങ്കിൽ, റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോവസ്റ്റ് പൊസിഷനിൽ വരുമ്പോൾ വയറിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ T = mg അല്ല. പിന്നെ എത്രയാണ്? T = mg + MVA² L. ടെൻഷൻ ഭയങ്കര കൂടുതലാണെങ്കിൽ എന്ത് അറിയോ? ചിലപ്പോൾ നമ്മുടെ റോപ്പ് പൊട്ടിപ്പോവും. അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, ടെൻഷൻ്റെ വാല്യൂ കൂടുമായിരുന്നു. എങ്ങനെയാണെങ്കിൽ VA കൂടുതലാണെങ്കിൽ നമ്മൾ താഴെയെന്ന് ഈ ബോഡിക്ക് ഇനീഷ്യലി കൊടുത്ത വെലോസിറ്റി ഉണ്ടല്ലോ, ആ വെലോസിറ്റി വളരെ വലിയ സംഖ്യ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ദിസ് MVA² L ഈസ് എ ലാർജ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ ടെൻഷൻ ഈസ് എ ലാർജ് വാല്യൂ. ചിലപ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട് വയറിനൊക്കെ, ഇലാസ്റ്റിക് ലിമിറ്റ് എന്നാണ് പറയുക. അതിനെക്കാട്ടും വലിയ ലിമിറ്റിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്താൽ വയറ് പൊട്ടും, നമ്മൾ താഴേക്ക് വീഴും. ഓക്കെ, ദെൻ അങ്ങനെ പോയി 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 ബി എന്ന് പറഞ്ഞ പോയിന്റിലെത്തി. ബി എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് വരുമ്പോൾ നമുക്ക് എഴുതാം, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈ പോയിന്റിൽ എവിടേക്ക് ആക്ട് ചെയ്യണം? ഇവിടെ ഇരിക്കുമ്പോൾ എവിടേക്ക് ആക്ട് ചെയ്യണം? ടുവേർഡ് സെന്റർ. നമുക്കറിയാം MVB² L. ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കൂ, ഇവിടെ ആകെയുള്ള ഫോഴ്സ് ആരാ? സെന്ററിലോട്ട് T2. അവിടെ നിങ്ങൾ വെയിറ്റിനെ കുറിച്ച് പറയണ്ട, കാരണം വെയിറ്റ് എവിടേക്കാ? താഴേക്കാ. നമുക്ക് എവിടേക്കുള്ള ഫോഴ്സേ ആവശ്യമുള്ളൂ? സർക്കിളിന്റെ സെന്ററിലോട്ടുള്ള ഫോഴ്സ് മാത്രമല്ലേ നമ്മൾ എടുക്കേണ്ട കാര്യമുള്ളൂ.
ക്ലിയർ ആയോ മൈ പോയിന്റ്? യെസ്. അപ്പോൾ T2 ഈക്വൽ ടു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, T2 ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? T2 ഈസ് ഈക്വൽ ടു കമോൺ mVb സ്ക്വയർ ബൈ എൽ. വി ബി കാണാൻ എനർജി കൺസർവേഷൻ ഉപയോഗിക്കാം കേട്ടോ. പറഞ്ഞറിഞ്ഞോ? ഒന്നുമില്ല. ഇതാ ഇവിടെ ഇരിക്കുമ്പോഴുള്ള വെലോസിറ്റി വി എ, അപ്പോൾ അവിടുത്തെ കൈനറ്റിക് എനർജി ഹാഫ് എം വി എ സ്ക്വയർ മൈനസ് ഇതാ ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റി മുകളിലോട്ട് ഹാഫ് എം വി ബി സ്ക്വയർ ഈക്വൽ ടു, നോക്കൂ ഇവിടുന്ന് ഇവിടേക്ക് വരിക എന്ന് പറഞ്ഞാൽ എത്ര ഹൈറ്റാണ് മുകളിലോട്ട് ഉയർന്നിരിക്കുന്നത്? എയിൽ നിന്നും ബിയിലേക്ക് എത്തുമ്പോൾ പോയ വഴി ഇതാണ്, പക്ഷെ വെർട്ടിക്കലി എത്ര ദൂരം ഉയർന്നു? എൽ ഹൈറ്റിലോട്ട് ഉയർന്നു. അങ്ങനെയാണെങ്കിൽ ആ എനർജി എന്തായിട്ട് മാറും? MgL, MgH എന്ന് കേട്ടില്ലേ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ? ഇതും നമ്മൾ വർക്ക് എനർജി പവറിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞു എന്ന് മാത്രം. അതായത് ഈ പോയിന്റിലെ കൈനറ്റിക് എനർജി മൈനസ് ഈ പോയിന്റിലെ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഹാഫ് എം വി എ സ്ക്വയർ മൈനസ് ഹാഫ് എം വി ബി സ്ക്വയർ ഈസ് ഈക്വൽ MgL. എല്ലാവരാണ് ഉയർന്ന ഹൈറ്റ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതാ ഈ എം കട്ടായി പോയി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, വി ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു വി എ സ്ക്വയർ മൈനസ് 2GL എന്നുള്ള ഇക്വേഷൻ എഴുതാം. അതായത് വി ബിക്ക് പകരം, അതായത് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ വി ബി കണ്ടോ നിങ്ങൾ? ആ വി ബിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു വി എ സ്ക്വയർ മൈനസ് 2GL. ഇതിൽ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. എയിൽ ഇരിക്കുമ്പോഴാണോ ബിയിൽ എത്തുമ്പോഴാണോ വെലോസിറ്റി കൂടുതൽ? നോ ഡൗട്ട് ഇവിടെ അല്ലേ കൂടുതൽ. മുകളിലേക്ക് പോകുന്തോറും വെലോസിറ്റി കുറയും. അപ്പോൾ ഈ പോയിന്റിലെ വെലോസിറ്റി അറിയാമെങ്കിൽ ഈ പോയിന്റിലെ വെലോസിറ്റി കാണാൻ നമുക്ക് എനർജി കൺസർവേഷൻ ഉപയോഗിക്കാം. ഈ പോയിന്റിലെ കൈനറ്റിക് എനർജി മൈനസ് ഈ പോയിന്റിലെ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു MgL. ക്ലിയർ ആയല്ലോ? ഇനി പോയി ഇതാ മുകളിലെത്തി. അവിടെ എത്തുമ്പോൾ അറ്റ് സി എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്ക് പറയാം MVC സ്ക്വയർ ബൈ എൽ. എന്തുകൊണ്ടാണ് VC? ഇവിടുത്തെ വെലോസിറ്റി VC ആ. ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി ഞാൻ VC എന്നല്ലേ എടുത്തത്. ഇപ്പം MVC സ്ക്വയർ ബൈ എൽ ഈസ് ഈക്വൽ ടു നമുക്കറിയാം ടെൻഷൻ എവിടേക്കാം? താഴേക്ക്. ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് T3 എന്നാണ്. അപ്പോൾ താഴേക്ക് T3. പിന്നെ നമുക്കറിയാം MGയും താഴേക്ക് തന്നെയാണ് അല്ലേ? കാരണം ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ ബോർഡർ വെയിറ്റും താഴേക്കാണ്. വയറിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷനും താഴേക്കാണ്. വാട്ട് ദ പോയിന്റ്? സോ T3 ഈസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? കമോൺ നിങ്ങൾ പറയൂ. T3 ഈസ് ഈക്വൽ ടു MVC സ്ക്വയർ ബൈ എൽ മൈനസ് MG. കറക്റ്റ് ആണോ? MVC സ്ക്വയർ ബൈ എൽ മൈനസ് MG. T3 അവിടെ നിർത്തി MG അപ്പുറത്തേക്ക് ഇട്ടു. നോക്കൂ, താഴത്തെ പോയിന്റിൽ MVA സ്ക്വയർ ബൈ എൽ പ്ലസ് MG ആ. ഇത് കണ്ടോ? MVC സ്ക്വയർ മൈനസ് MG ആ. എന്താ മനസ്സിലായത്? മുകളിലേക്ക് പോകുന്തോറും ടെൻഷൻ കുറഞ്ഞു വരും. ഇവിടെയല്ലേ വെലോസിറ്റി മാക്സിമം? ഈ പോയിന്റിൽ വരുമ്പോഴല്ലേ വെലോസിറ്റി മാക്സിമം? അപ്പോഴാ ടെൻഷൻ മാക്സിമം. മുകളിലേക്ക് പോകുന്തോറും എന്ത് കുറഞ്ഞുകൊണ്ടിരിക്കും? ടെൻഷൻ്റെ വാല്യൂ കുറയും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നോക്കി ഈ ഫിഗറിൽ ഞാൻ ഏറ്റവും വലുതായി മാർക്ക് ചെയ്തിരിക്കുന്ന ആരെയാ നോക്കൂ. കണ്ടോ? T1 ആണ് ഏറ്റവും വലുത്. അതായത് കറങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരിക ലോവസ്റ്റ് പോയിന്റിൽ വരുമ്പോഴാണ്. ഇവിടെ എത്തുമ്പോഴുള്ള ടെൻഷൻ T2 ഒത്തിരി കുറവാണ്. ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ടെൻഷൻ കുറവാണ്. പോയി ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ ടെൻഷൻ താഴേക്കാ. അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാണ്ടും കുറവാണ്. കണ്ടോ? അപ്പോൾ T1 ഗ്രേറ്റർ ദാൻ, നമുക്കിങ്ങനെ പറയാം കേട്ടോ. ഇവിടെ T1 ഗ്രേറ്റർ ദാൻ T2 ഗ്രേറ്റർ ദാൻ T3. പിന്നെ ഇവിടുത്തെ ടെൻഷനും സെയിം ആയിരിക്കും കേട്ടോ. കാരണം അത് രണ്ട് ദിവസം ഒരേ ലെവലിൽ വരുന്ന പോയിന്റുകളല്ലേ. അപ്പോൾ 3 പോയിന്റുകളെ കുറിച്ച് ഓർമ്മിച്ച് വെച്ചോളൂ. എ എന്ന് പറയുന്ന പോയിന്റിൽ റിവോൾവ് ചെയ്യുന്ന സമയത്ത്, പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ഇതാണ് ഇക്വേഷൻ. MVA സ്ക്വയർ ബൈ എൽ ഈസ് ഈക്വൽ T1 മൈനസ് MG. സോ T1 ഈസ് ഈക്വൽ MVA സ്ക്വയർ ബൈ എൽ പ്ലസ് MG. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറയാം, ഈ ലോവസ്റ്റ് പോയിന്റിൽ വരുമ്പോൾ ആരാണ് അയാൾക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്തത്? എങ്ങനെ പറയണം നിങ്ങൾ? T1 മൈനസ് MG എന്ന് പറയണം. എന്നാലേ ശരിയാവുള്ളൂ. അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ T1ൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഓരോരോ പോയിന്റുകളിലും സിറ്റുവേഷൻ ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ഈ കറങ്ങുന്ന സമയത്ത് വെലോസിറ്റിയുടെ വാല്യൂ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പ്രൊവൈഡഡ് വൺസ് യു ഡിസ്റ്റർബ് ആൻഡ് ദെൻ യു റിമൂവ് ദ ഫോഴ്സ്. ദിസ് ഈസ് ദ കേസ്.
അല്ലാതെ ത്രൂ ഔട്ട് നിങ്ങൾ തള്ളി കൊണ്ടുപോകുന്നതിന് നമ്മൾ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എന്ന് പറയില്ല. കാരണം എക്സ്റ്റേണൽ ആയിട്ട് എനർജി കൊടുക്കാതുള്ള മോഷനാണ് നമ്മളിവിടെ മീൻ ചെയ്യുന്നത്. ഇനീഷ്യലി ഒരു എനർജി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരാൾ ഊഞ്ഞാലുമ കയറുന്നു, ഒരൊറ്റ തള്ള കൊടുക്കുന്നു. തള്ളെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കണം മസ്കുലാർ എനർജി ഉപയോഗിച്ചിട്ടാണ് അയാൾ റിവോൾവ് ചെയ്യുന്നത്. മസ്കുലാർ എനർജി അയാൾക്ക് എന്തായിട്ട് കിട്ടും? ഒരു വെലോസിറ്റി ഗെയിൻ ചെയ്യുന്നത് കാരണം അയാൾക്കൊരു കൈനറ്റിക് എനർജി കിട്ടും. മുകളിലേക്ക് പോകുന്നതോറും കൈനറ്റിക് എനർജി കുറഞ്ഞ് 0 എന്ന് പറയരുത്, മിനിമം. കാരണം കുറേ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറി? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി. തിരിച്ചു വരുമ്പോൾ അത് വീണ്ടും കൂടി മാക്സിമം. ഇനി ഈ പോയിന്റിലെ കാര്യം പറയണോ നമുക്ക്? വെലോസിറ്റി കാണാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. നോക്കിക്കോളൂ എന്താ ചെയ്യാം. ഞാൻ 2 പോയിന്റുകൾ കമ്പയർ ചെയ്യുന്നു. ഈ പോയിന്റിലെ വെലോസിറ്റി VA, കാരണം ഞാൻ ഈ പോയിന്റ് A എന്ന് എടുത്തു. ഈ പോയിന്റ് C ആണ്, അപ്പോൾ ഈ പോയിന്റിലെ വെലോസിറ്റി VC. ഒരു ഡൗട്ടും വേണ്ട, ഈ പോയിന്റിലെ വെലോസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും. നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? എനർജി കൺസർവേഷൻ ഒന്ന് പറയൂ നിങ്ങൾ. ½ mVA², അതായത് ഇവിടെ ഇരിക്കുമ്പോഴുള്ള കൈനറ്റിക് എനർജി, മൈനസ് ഇവിടെ ഇരിക്കുമ്പോഴുള്ള കൈനറ്റിക് എനർജി ½ mVC², ടോപ്പിലെ കൈനറ്റിക് എനർജി. എത്ര ഹൈറ്റാണ് ഉയർന്നത്? ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടോ, L + L 2L അല്ലേ ഉയർന്നത്. അപ്പോൾ mg × 2L എന്ന് കൊടുക്കണം. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ഹാഫ് അവിടെ 2 ഉണ്ടല്ലേ. അപ്പോൾ എന്ത് കിട്ടും അറിയോ? VC² = VA² - 4GL എന്ന് വരും. കണ്ടോ? VC² എന്ന് പറയുമ്പോൾ VA² ഒരു 4GL മൈനസ് ചെയ്ത് പോവല്ലേ. അതായത് മുകളിലേക്ക് പോകുന്നതോറും വെലോസിറ്റി കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എഴുതിയെടുത്തെന്ന് വിചാരിക്കണം. ജസ്റ്റ് ഒരു തോട്ട് കൂടെ ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഇവിടെ VA എവിടെ? ലോവസ്റ്റ് പോയിന്റ്, അറ്റ് ലോവസ്റ്റ് പോയിന്റ്. VB എന്തായിരിക്കും അറിയോ? VB എനർജി കൺസർവേഷൻ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചു. റൂട്ട് ഓഫ് എന്തായിരുന്നു? VA² - 2GL. VC എന്തായിരുന്നു? റൂട്ട് ഓഫ് VA² - 4GL. ഇതൊക്കെ നിങ്ങൾക്ക് വർക്ക് എനർജി പവറിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. ഇതാണ് വെർട്ടിക്കൽ സർക്കുലർ മോഷൻ. ഇപ്പം ഞാൻ 4 പോയിന്റുകളുടെ ടെൻഷൻ കാണാൻ പറഞ്ഞു തന്നു. ഈ പോയിന്റിൽ ഈ 4 പോയിന്റിലും ഒരു കാര്യം ഉറപ്പാണ്, അതായത് വെയിറ്റ് കണ്ടോ, താഴേക്ക്. വെയിറ്റ് ഈസ് ആക്ടിങ് ഓൾവേസ് ഡൗൺവേർഡ്. പക്ഷേ ടെൻഷൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ ടെൻഷൻ മുകളിലോട്ട്, ഇവിടെ ഇരിക്കുമ്പോൾ ആ ടെൻഷൻ ഇങ്ങോട്ട്. കാരണം ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തിന് പാരലായിട്ട് വരും. ഏറ്റവും മുകളിലെത്തുമ്പോൾ ടെൻഷൻ താഴോട്ട്, ഇവിടെ ഇരിക്കുമ്പോൾ ടെൻഷൻ ഇങ്ങോട്ട്. ടെൻഷൻ എവിടെ മാക്സിമം? വെലോസിറ്റി മാക്സിമം ആവുന്ന സ്ഥലം എവിടെയാ? ലോവസ്റ്റ് പോയിന്റ്. ഈ വയറിലെ ടെൻഷൻ മാക്സിമം ആവുന്നത് ബോഡി ഈ പോയിന്റിൽ വരുമ്പോഴാണ്. ടെൻഷൻ മിനിമം ആവുന്നത് ഈ പോയിന്റിൽ വരുമ്പോഴാണ്. ഇതൊക്കെ നമ്മൾ വരും ചാപ്റ്ററിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ NCERT വൈസ് നമ്മുടെ ചാപ്റ്റർ ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇനി കോമ്പൻഡിയം ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് മുന്നേ ഈ തിയറി പാർട്ടെല്ലാം നല്ല വായിച്ച് ക്ലിയർ ചെയ്യണം. NCERT ബേസ്ഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കോമ്പൻഡിയം ഡിസ്കഷനിൽ വരും. അതിനുശേഷം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു, ഹയർ എൻഡ് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. പിന്നെ ഇതിൽ മെഡിക്കൽ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, NCERT ബേസ്ഡ് ആയിട്ട് തെറായിട്ട് പഠിക്കുക. കാരണം ഈ വർഷത്തെ നിങ്ങൾ നീറ്റിൻ്റെ പേപ്പർ എടുത്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിളായുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ബേസിക് നോളേജാണ് അവർ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വലിയ മാത്തമാറ്റിക്കൽ സ്കില്ലൊന്നും അവർ ടെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ ലെവൽ മാറും. ഇപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് കുറച്ചുകൂടെ ഹയർ ലെവൽ പ്രിപ്പറേഷൻസ് ചെയ്യണം. അതിനുള്ള ക്ലാസ്സുകൾ കോമ്പൻഡിയം നിങ്ങൾക്ക് അറിയാം. മെഡിക്കൽ സ്റ്റുഡൻസിനുള്ള കോമ്പൻഡിയം അല്ല, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ കോമ്പൻഡിയം കുറച്ചുകൂടെ ടഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ JEEയിൽ ചെയ്യിപ്പിക്കുന്നത്. അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസും അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അതിന് പുറമേ നിങ്ങൾക്ക് അഡീഷണൽ പേപ്പേഴ്സ് കിട്ടും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഓൾ ഹാർട്ടഡായിട്ട് പഠിക്കുക. പിന്നെ ഒരു കാര്യം ഒബ്സർവ് ചെയ്തു, നമ്മുടെ കുട്ടികളിൽ പല കുട്ടികളും കോമ്പൻഡിയം ഡിസ്കഷൻ ഈവനിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, തിയറി പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല മക്കളെ. അതായത് നമ്മൾ അതിനൊപ്പം തന്നെ ഹയർ ലെവൽ പ്രോബ്ലംസ് ചെയ്താൽ മാത്രമേ നമ്മളുടെ ആ സബ്ജക്ട് നോളജ് കൂടി വരുള്ളൂ. കാരണം ഹയസ്റ്റ് ലെവൽ ഓഫ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിംഗ് ആണ്. അപ്പോൾ പ്രോബ്ലം സോൾവിങ്ങിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. തിയറി കൂടുതൽ പഠിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ, പ്രോബ്ലം ചെയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ വീണ്ടും കാണാം, അടുത്തൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. നന്നായിട്ട് പഠിക്കുക, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കുക. താങ്ക് യു.